അടിയന്തരാവസ്ഥക്കാലത്തെ കറുത്ത അധ്യായങ്ങൾ ഓരോന്നായി ഓർത്തെടുക്കുകയാണ് കണ്ണൂർ എളയാവൂർ സ്വദേശി ദാമോദരൻ. ജയിലിലെ മർദ്ദനവും കൊടിയ പീഡനങ്ങളും ദാമോദരൻ മറന്നിട്ടില്ല. അതൊരു പുസ്തക രൂപത്തിലാക്കി എഴുതി സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. 1975 ജൂൺ 25 അർദ്ധരാത്രി പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥ സ്വതന്ത്ര ഭാരത ചരിത്രത്തിലെ കറുത്ത അധ്യായമായി ഇന്നും അവശേഷിക്കുന്നു. ദാമോദരൻ ജനസംഘത്തിന്റെ ഉദുമ മണ്ഡലം സംഘടന ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് അടിയന്തരാവസ്ഥ പൊട്ടിപ്പുറപ്പെട്ടത്. അന്ന് 20 വയസ്സായിരുന്നു പ്രായം. മറ്റൊന്നും നോക്കാതെ അടിയന്തരാവസ്ഥയ്ക്കെതിരായി പ്രവർത്തിച്ചു. 75 ജൂൺ മാസം 25-ാം തീയതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അന്ന് ഇതുപോലുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് രാത്രി ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം കാലത്ത് കാസർഗോഡ് എത്തിയപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായിട്ട് അറിയുന്നത്. അപ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് നേതാക്കളെല്ലാം ഒളിവിൽ പോകണം എന്ന് നിർദ്ദേശമുണ്ടായി. ആ വിവരങ്ങളെല്ലാവരെയും അറിയിച്ചിട്ട് ജൂലൈ 2-ാം തീയതി കോഴിക്കോട് ജനസംഘത്തിൻ്റെ സംസ്ഥാന സമിതി യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും നമ്മുടെ ഇവിടുന്ന് കാസർഗോഡുള്ള വി രവീന്ദ്രനും അടക്കമുള്ളവർ, അന്നത്തെ ജനസംഘത്തിൻ്റെ കണ്ണൂർ ജില്ലാ സംഘടനാ സെക്രട്ടറി ആയിരുന്ന കടച്ചി കണ്ണാട്ടൻ എന്ന് പറയുന്ന KC കണ്ണൻ, ഞങ്ങൾ 3 പേര് ട്രെയിനിന് കോഴിക്കോട് എത്തി. പാളയം റോഡിലുള്ള ജനസംഘം സംസ്ഥാന കാര്യാലയത്തിൽ കയറിയിട്ട് കിടന്നു. രാത്രി പാതിരാത്രിയോടുകൂടി ഒരു സംഘം പോലീസുകാർ കാര്യാലയത്തിലേക്ക് ഇരച്ചു കയറിയിട്ട് ഞങ്ങളെ കണ്ണും കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റി നഗരം മുഴുവൻ ചുറ്റിക്കറങ്ങുകയായിരുന്നു. പല സമരങ്ങളിലും പങ്കെടുത്തു. തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ക്രൂരമർദ്ദനത്തിന് ഇരയായി. ഞങ്ങൾ 11ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാത്രി അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് പിന്നീട് മാറ്റപ്പെട്ട. അടിയന്തരാവസ്ഥ കാലത്ത് മുഴുവൻ അത് ആ രീതിയിലാണ് പ്രവർത്തിച്ചത്. അവിടെ കൊണ്ടുപോയി ഞങ്ങളെ തടങ്കലിലിട്ടു. 4 ദിവസത്തോളം ഞങ്ങളവിടെ കിടക്കേണ്ടി വന്നു. ശരിയായ രീതിയിലുള്ള ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഒരു ഭീതിജനകമായ അന്തരീക്ഷമായിരുന്നു. മർദ്ദനം ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളെ ജനസംഘ കാര്യാലയത്തിൽ നിന്ന് പിടിച്ച സമയത്ത് തന്നെ വളരെ ക്രൂരമായ രീതിയിൽ ഞങ്ങളെ മർദ്ദിക്കുകയുണ്ടായി. കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ വിവിധ ജയിലുകളിലായി 6 മാസത്തോളം ജയിൽവാസം അനുഭവിച്ചു. KG മാരാരും ഗോപാലൻ അടിയോടിയും ഒരേ ജയിലിലായിരുന്നു. ഇരിക്കൂർ പാലത്തിൻ്റെ അവിടെ നിന്ന് പ്രകടനമായിട്ട് ഇരിക്കൂർ ടൗണിലെത്തുകയും ആ സമയത്ത് പോലീസ് മറ്റുള്ളവർ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി ഞങ്ങളെ വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പോലീസ് കൊണ്ടുപോയി വന്ന ലാത്തി മുഴുവൻ പൊട്ടി. അടികൊണ്ട് പോലീസ് കൊണ്ടുവന്ന ലാത്തി മുഴുവൻ പൊട്ടുകയും കണ്ടു നിന്നവരെ അലറി കരഞ്ഞ് ചിലരൊക്കെ ബോധരഹിതരായി വീഴുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അവിടെ കടയിൽ വിൽക്കാൻ വെച്ച മഴുത്തള്ളി എടുത്തിട്ട് പോലീസിന് കൊടുത്തിട്ട് അതുകൊണ്ടും ക്രൂരമായി മർദ്ദിച്ചു. ഞങ്ങളൊക്കെ അവിടെ സമീപത്തുള്ള ഈ ഓടയിലൊക്കെ തെറിച്ചു വീണ് ഒരു വലിയ ഭീകരമായ രംഗമാണ് അന്ന് സംഭവിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഞങ്ങൾ മാറ്റുകയായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വരുന്ന സമയത്ത് അവിടെ മാരാർജി, നമ്മുടെ അന്നത്തെ പ്രാന്ത സംഘചാലകമായിരുന്ന സ്വർഗീയ ഗോപാലൻ അടിയോടി തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ആ ജയിലിൽ മിസ് അനുസരിച്ചിട്ട് മറ്റൊരു ബ്ലോക്കിലുണ്ടായിരുന്നു. കൃത്യമായ ആശയവിനിമയം നടത്താൻ പോലും അന്ന് കഴിഞ്ഞിരുന്നില്ല എന്നും ദാമോദരൻ ഓർത്തെടുക്കുന്നു. ഇന്നും മായാത്ത ഓർമ്മകൾ കുറിക്കുകയാണ് അദ്ദേഹം. ക്യാമറാമാൻ K. സുബിത്തിനൊപ്പം അർജുൻ PS, ജനം, കണ്ണൂർ.